ഞാൻ വന്ന് ഇന്നേക്ക് ഒരു 3 ആഴ്ച കഴിക്കണം, 4 ആഴ്ച. സോ ഈ 17th ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. നിങ്ങൾക്കറിയാമോ? ആക്ച്വലി ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം നല്ല ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 ദിവസം മുന്നേ ഒരു വലിയ മഴ പെയ്തു. ആ മഴയ്ക്ക് അന്തരീക്ഷം മൊത്തം നല്ല അടിപൊളിയായി. നല്ല ഇവിടെ വരണ്ട് കിടന്ന സ്ഥലങ്ങളൊക്കെ നല്ല പച്ച കളറായി. ഇഫ് യു ടേക്ക് ബ്രീത്ത്, നമ്മൾ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ചൂട് കാറ്റുള്ളത് കാണാറുള്ളത്. ആൻഡ് ഇറ്റ്സ് സഫോക്കേറ്റിംഗ് ഫോർ മീ. ആക്ച്വലി ഞാൻ വരുന്ന സമയത്ത് കേരളത്തിൽ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇവിടെ വന്നപ്പോൾ അത് ഇച്ചിരി കഷ്ടപ്പെടുക. പക്ഷെ ഇപ്പോൾ ഈ ക്ലൈമറ്റ്, ഇന്ന് ബുദ്ധപൂർണിമയായിട്ട് ഇവിടെ അവധിയാണ് കേട്ടോ. ഇവിടെ വേറെ അവധികളൊന്നുമില്ല, പക്ഷെ ബുദ്ധപൂർണിമയായിട്ട് ഇന്നിപ്പോൾ അവധിയാണ്. അപ്പം ഞാൻ ഇന്ന് ക്ലാസ്സില്ല. ഞാൻ ഇന്ന് കുറച്ച് ഒരു 8:30 ഒക്കെ ലേറ്റ് മീൻസ് എണീറ്റ്. നാട്ടിലൊക്കെ 12 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ രാവിലെ 8:30 എഴുന്നേറ്റ് ഞങ്ങളുടെ ദീദി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ദീദിയാണ്, ഒരു ഇവിടെ തന്നെ ഉള്ള ദീദിയാണ്. ആക്ച്വലി ദീദിക്ക് MA ഒക്കെ പാസ്സായ ദീദിയാണ് കേട്ടോ. ഷീ ഈസ് എ ഗുഡ് കുക്ക്. നമുക്ക് എത്ര പറഞ്ഞാലും നമ്മുടെ കേരള ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്ന കാര്യം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടുത്തെ ശൈലിയിലാണ് വെക്കുന്നത്, എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ വെക്കും പുള്ളിക്കാരി. ദീദി ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ എത്ര നാളായി? 3 ആഴ്ച അടുത്തായി. ഞാനൊരു കുറേ നേരമായി പറഞ്ഞിട്ട് എനിക്ക് ഇത് മാത്രം പറയാനുള്ളത് എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ദിസ് ഈസ് എ ഗുഡ് ഡേ. രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, 3 പൂരി കഴിച്ചു. പൂരി വിത്ത് ഇവിടുത്തെ ആലു കറി, ഉരുളക്കിഴങ്ങ് കറി. നമ്മുടെ നാട്ടിലെ പോലെ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. അത് കഴിച്ചു. പിന്നെ ഇപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഇവിടുത്തെ വെതറാട്ടോ. ഞാൻ പറഞ്ഞു വന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു വലിയ മഴ പെയ്തു. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മഴക്കാലും ഭയങ്കര ശക്തിയാണ്, കാറ്റ്. പക്ഷേ നമ്മുടെ നാട്ടിലെ കാറ്റ് വന്നു കഴിഞ്ഞാൽ മഴ കൊണ്ടുപോകില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഭയങ്കര മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റൂമിൻ്റെ അകത്ത് ജനലടച്ചിട്ടിരിക്കുമ്പോൾ സൗണ്ട് കേൾക്കാം. അമ്മാതിരി മഴ കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇവിടെ മൊത്തം ചുറ്റിനും മൊത്തം പാടമാണ്. എന്ത് മണ്ണാന്ന് എനിക്കറിയാം. മറ്റേ നമ്മുടെ എന്താ പറയാ, ഒരു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പം ഈ മറ്റേ എന്തിൻ്റെ കളറാ, ഒരു മഞ്ഞ കളറ്, ഒരു ക്രീം കളറ് മണ്ണാണ്. കല്ലുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ നല്ല മണ്ണ്, പൊടിമണ്ണ. വേനൽക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി കാറ്റായിരിക്കും. ഇവിടെ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു 10-15 കിലോ മണ്ണ് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ, അമ്മാതിരി പൊടിക്കാറ്റാണ്. പക്ഷെ ഇപ്പോൾ മണ്ണൊക്കെ, മഴയൊക്കെ വന്നിട്ട് മണ്ണൊക്കെ കുറഞ്ഞു. നല്ല ക്ലൈമറ്റ്. ഏകദേശം ഒരു 10-11:30 ആയി സമയം. ബട്ട് വെദർ ഇസ് സോ ഗുഡ്. വെദർ ഈസ് വെതറിങ്. എല്ലാവരൊക്കെ അപ്പുറത്തൊക്കെ അവർ ബംഗാളികൾ മറ്റേ ചൂടുകട്ടയല്ലേ, നമ്മുടെ ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ ചുറ്റിനും. 1-2 മറ്റേ വലിയ വലിയ കുഴലുകൾ കാണാം. 1-2 ഒരു 3-4 കുഴലുകൾ കാണാം. അപ്പോൾ അവിടെ എന്നൊക്കെ പറയുന്നത് ഇഷ്ടികയാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ വന്നിരുന്ന് നോക്കുമായിരുന്നു. ഞാൻ കണ്ടാവല്ലോ നോക്കിയത്. അപ്പോൾ എന്താണ് ഇവിടെ ഉള്ള ബിൽഡിങ്സ് എല്ലാം ഇഷ്ടികയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇഷ്ടികയ്ക്ക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കുക, ഇവർ വെയിലത്തും കളിക്കാൻ കിട്ടും. പക്ഷെ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവിടെ മരത്തിലൊക്കെ ഒരു പേരക്കൊക്കെ പറിച്ചു. ആക്ച്വലി എൻ്റെ ഒക്കെ ഏജിൽ ഞാൻ നാട്ടിലൊക്കെ കളിച്ചില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫുൾ ടൈം ഫോണിലില്ലേ. പക്ഷേ ഞാനൊക്കെ എങ്ങനെയാണോ എൻ്റെ ഒരു 5 വയസ്സിൽ 4 വയസ്സിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾ. മരത്തിലൊക്കെ കയറി പേരക്കൊക്കെ പറിച്ച്, മാങ്ങയൊക്കെ പറിച്ച്, പറമ്പിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന്. നമ്മുടെ പണ്ടത്തെ ഒരു ഇപ്പോൾ അവിടെ ഇവർ ഫോണിൽ നോക്കുന്നില്ല, ഫോണിൽ കളിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അത്രയില്ല. ദേ ഹാവ് എ ഗുഡ് ചൈൽഡ്ഹുഡ്. ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ വേണം ഫോണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പറമ്പിലേക്കൊക്കെ ഇറങ്ങി കുട്ടികൾ കളിച്ച് അങ്ങനെയൊക്കെ വരണം. സോ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അവിടെയൊക്കെ കാണണേ. 2-3 ദിവസം മുന്നേ ഡ്രൈ ആയിട്ട് കിടന്ന സ്ഥലം. അപ്പോൾ
Look at the beauty. This is so good.